വെൽക്കം ടു സ്റ്റോറി മങ്ക് റിസാല അപ്ഡേറ്റ് സ്പെഷ്യൽ ഷോ ഓൺ ഇലക്ഷൻസ് വോട്ട് കൗണ്ട് 26. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിൻ്റെ തൊട്ട് പിറകെ കോൺഗ്രസിൽ ആരംഭിച്ച മുഖ്യമന്ത്രി ചർച്ചകൾ വേറൊരു തലത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചാണ്. നേരത്തെ കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള ചർച്ചകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്തു നിന്നും മുഖ്യമന്ത്രി ആരാകണം, UDF അധികാരത്തിലെത്തിയാൽ എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വരുന്നു. ചില മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ മുൻപോട്ട് വയ്ക്കപ്പെട്ടത് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനാണ് കൂടുതൽ യോഗ്യൻ എന്ന മട്ടിൽ, അല്ലെങ്കിൽ കൂടുതൽ സ്വീകാര്യൻ എന്ന മട്ടിൽ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ചില അഭിപ്രായങ്ങൾ വരുന്നു. മുസ്ലിം ലീഗിന് അങ്ങനെ പറയാനുള്ള അവകാശമുണ്ടോ എന്ന ചോദ്യമുയരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തു നിന്ന് മറ്റു തരത്തിലുള്ള ചില വർഗീയ ചുവയുള്ള ചില വിമർശനങ്ങൾ കടന്നു വരുന്നു. CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന AK ബാലൻ മറ്റൊരു തരത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദവും ഭരണവും ലീഗിൻ്റെ കൈപ്പിടിയിലൊതുങ്ങും എന്ന മട്ടിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം ഉന്നയിച്ചതുപോലെ മാറാട് ആവർത്തിക്കാനുള്ള സാധ്യത അദ്ദേഹം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സുനിൽ, ഈ മുഖ്യമന്ത്രി ചർച്ച ഫലം വന്നിട്ടില്ല. എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം ചർച്ച കൂടുതൽ കൊഴുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പേ ആരംഭിച്ച ചർച്ചയാണ്. ഫലം എന്തായിരിക്കും എന്നറിയില്ല. പക്ഷേ കോൺഗ്രസിനുള്ളിൽ 10 വർഷത്തിന് ശേഷം അവർ അധികാരത്തിൽ വരാൻ പോവുകയാണ് എന്നൊരു ഫീൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആ ചർച്ച ഉയർന്നു വരുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കോൺഗ്രസിന് പുറത്തു നിന്നുള്ള ആളുകൾ കൂടി അതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നു, അതിനെ വേറൊരു പ്ലെയിനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത് നമ്മൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ഒരു വർഗീയ ധ്രുവീകരണ ശ്രമങ്ങളുടെ തുടർച്ച ഇവിടെയും കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് കുറച്ച് കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു പ്രവണതയാണ്. അവരവർക്ക് അഭിപ്രായം പറയേണ്ട മേഖലകളിലല്ല അഭിപ്രായങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ UDFനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ UDFനെ നയിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അത് തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിനകത്ത് തന്നെയാണ്. അത് കോൺഗ്രസിനകത്ത് ആ ചർച്ചകൾ ഒരുപക്ഷെ കുറച്ചുകൂടെ തുറന്ന സ്വഭാവമുള്ള കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് അത് പുറത്തേക്ക് ആ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തർക്കും, ഈ പറയുന്ന ആളുകൾക്കൊക്കെ അതിനുള്ള ക്ലെയിമും ഉണ്ട്, അതിനുള്ള റൈറ്റും ഉണ്ട്, അവർക്ക് അവകാശപ്പെടാനുള്ള റൈറ്റും ഉണ്ട്. അവരുടെ അനുയായികൾ, കോൺഗ്രസിൽ പല ഗ്രൂപ്പുകളുണ്ട്, അവരുടെ അനുയായികൾ അത് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവർ പരിഹരിക്കേണ്ടത്. അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അവരുടെ പാർലമെൻ്ററി പാർട്ടി നിയമസഭാംഗങ്ങളുടെ യോഗം ചേർന്നുകൊണ്ട് അത് സജഷൻ ഉണ്ടാകുക, ആരെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത്, നിയമസഭാ കക്ഷി നേതാവാക്കേണ്ടതെന്നൊക്കെ അവർ നിർദ്ദേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡിൽ പോയി ഒരു തീരുമാനമെടുത്ത് തിരിച്ചു വരികയൊക്കെയാണ് സാധാരണ സംഭവിക്കാറ്. അതിനിടയിലുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം ഇത് അധികാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അധികാരത്തിന് വേണ്ടി തന്നെയാണല്ലോ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത്. അതത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ പുറത്തേക്ക് കടന്നുകൊണ്ട് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള പറയും. നിങ്ങൾക്ക് അത് മുഖ്യമന്ത്രി ആയാൽ, ഇപ്പം KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരാൾ പറയുന്നത്, അദ്ദേഹം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിനെതിരെയായിരുന്നു. കോൺഗ്രസ് എന്തായാലും LDF അധികാരത്തിൽ വരും, പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നാണ് അദ്ദേഹം ഒരു വശത്ത് ഇത്രയും കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ഒരു വശത്ത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഒരു വശത്ത് അവർ തന്നെ വരുമെന്ന് പറയുന്നു. പക്ഷേ UDF അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി ആകേണ്ടത് KC വേണുഗോപാലാണ് എന്നുള്ളത് ഒരു നിർദ്ദേശം അദ്ദേഹം വയ്ക്കുന്നു. എന്താണത് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഒരു തരത്തിലുള്ളൊരു കൈകടത്തലാണ്. പക്ഷേ കാരണം അത് അവർ തീരുമാനിക്കട്ടെ എന്നാണ്. അവർ തീരുമാനിച്ചാൽ നമുക്ക് അഭിപ്രായം പറയാം. അദ്ദേഹം കേരളത്തിന് പറ്റുന്ന മുഖ്യമന്ത്രിയാണോ എന്നുള്ള അഭിപ്രായം പറയാൻ സ്വാഭാവികമായിട്ടുള്ളൊരു അവകാശമുണ്ട്. പക്ഷേ അതിന് അദ്ദേഹം പറയുന്ന മറ്റ് ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതായത് നേരത്തെ അദ്ദേഹം തുടങ്ങി വെച്ച കമ്മ്യൂണലായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസാണ് അവിടെയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് UDF അധികാരത്തിൽ വന്നാൽ ലീഗ് അധികാരത്തെ നിയന്ത്രിക്കും, മുഖ്യമന്ത്രിയെ, ഭരണത്തെ അവർ നിയന്ത്രിക്കുമെന്ന് പോലുള്ള ആ വർഗീയപരമായ പരാമർശങ്ങൾ വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. അത് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. കാരണം ഒരു ഘടകകക്ഷി എന്ന നിലയിൽ, UDFൻ്റെ ഘടകകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കക്ഷി മുസ്ലിം ലീഗാണ് കേരളത്തെ സംബന്ധിച്ച്. ഇത് UDFനകത്ത് അല്ല, LDFനകത്ത് CPM കഴിഞ്ഞാൽ CPI ആണ്. CPI പോലുള്ള രണ്ടാമത്തെ ഘടകകക്ഷിയാണ് UDFനകത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി. അവർക്ക് അവരുടേതായ നിർദ്ദേശങ്ങൾ വയ്ക്കാനുള്ള അവകാശം മുന്നണിയുടെ ഘടകകക്ഷി എന്നതിൽ അവർക്കുമുണ്ട്. അവർക്കൊരു അഭിപ്രായം പറയാം. തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ ഒരു അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. ഇത് പറയുമ്പോൾ ഇപ്പം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു സർവേ അധികരിച്ച് ഉള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് VD സതീശനാണ് കൂടുതൽ സ്വീകാര്യനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള മട്ടിൽ ഒരഭിപ്രായം പറയുന്നത്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് പ്രതിപക്ഷ നേതാവായ VD സതീശനാണ് എന്ന വസ്തുത അവിടെയുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹത്തിനുള്ളൊരു ക്ലെയിം
മുസ്ലിം ലീഗ് കൂടി അങ്ങനെ ഒരു അംഗീകരിക്കുന്നു വികാരം അതിലുണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രി പറയുന്നത്. ആവണമെന്നൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല. അതിനൊരു ക്ലെയിം അംഗീകരിക്കുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. ആ ഇമോഷൻ അവിടെ ഉണ്ട് എന്ന് പറയുക മാത്രമാണ് ചെയ്തത്. പക്ഷെ അതുപോലും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സുനിൽ സൂചിപ്പിച്ചു, LDF-ൽ CPM കഴിഞ്ഞാൽ CPI രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട സ്ഥാനം ഒരുപക്ഷെ UDF-ൽ മുസ്ലിം ലീഗിനുണ്ട്. CPIയേക്കാൾ കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടിയാണ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും നിശ്ചിത സീറ്റുകളിൽ വിജയിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് UDF-ലെ പ്രബലമായ രണ്ടാമത്തെ കക്ഷി എന്ന് ലീഗിനെക്കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. CPI-ആയിട്ട് ഒരുപക്ഷെ അതിന് കമ്പാരിസൺ പോലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ നിലയ്ക്ക് UDF-നെ നയിക്കാൻ ആരാണ് യോഗ്യൻ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആ സ്വീകാര്യത കൂടുതൽ ഇന്നയാൾക്കാണ് എന്ന് പറയുന്നത് പോലും വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം. അത് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ എത്രത്തോളം സ്വീകാര്യമാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ ഘടനയും അതിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം വരുന്നത്. അതൊരു മുസ്ലിം ലീഗ് ആത്യന്തികമായി ഒരു സാമുദായിക താല്പര്യം സംരക്ഷിക്കുന്ന ഒരു മൈനോറിറ്റി പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് അധികാരത്തിനടുത്തേക്ക് വരുമ്പോഴൊക്കെ ഈ വിമർശനം സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരാനും മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ അതിൽ അവിഹിതമായ ചിലത് സംഭവിക്കും എന്ന മട്ടിലുള്ള പ്രചാരണം എല്ലാ കാലത്തും മറുപക്ഷത്തും ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ അതൊരു കമ്മ്യൂണലായ വർഗീയമായ രീതിയിലേക്ക്, ഒരു വെറുപ്പിന്റെ രീതിയിലേക്ക് കൊണ്ടുപോകാറുള്ളത് BJP ആണ്. അപ്പുറത്ത് CPIM അതിന്റെ മറ്റു പ്രശ്നങ്ങൾ മുസ്ലിം ലീഗ് വന്നാൽ ഉണ്ടാകാവുന്ന സന്തുലിതാവസ്ഥ തകരും എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾ CPIM നടത്താറുണ്ട്. പക്ഷേ ഇത്തവണ ഒരു പാകപ്പിഴവായാണ് പക്ഷേ സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയെ എനിക്ക് തോന്നിയത്. അകത്ത് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. അകത്ത് ഇപ്പോൾ ഇന്നയാളെ ലീഗ് എൻഡോസ് ചെയ്യണം, ലീഗ് എൻഡോസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF-ന്റെ മുഖ്യമന്ത്രിയാകാൻ കഴിയൂ. ഈവൻ കേവല ഭൂരിപക്ഷത്തിന് അടുത്ത സീറ്റ് കോൺഗ്രസിന് കിട്ടിയാൽ പോലും ലീഗിന്റെ എൻഡോസ്മെന്റ് അതിൽ പ്രധാനപ്പെട്ടതാണ്. അല്ല, ലീഗിന്റെ എൻഡോസ്മെന്റ് അതിൽ പ്രധാനപ്പെട്ടതായിരിക്കും തന്നെ. എൻ്റെ ഒരു ഡൗട്ട്, മുൻകാലത്തും കോൺഗ്രസിന് ലീഗിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ള, വളരെയധികം കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ള കാലത്ത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഭാഗമായിട്ട് നേതൃമാറ്റ ചർച്ചകളൊക്കെ ഉണ്ടായ ഘട്ടങ്ങളിൽ പോലും ലീഗിന്റെ അഭിപ്രായം കോൺഗ്രസ് ഹൈക്കമാൻഡ് തേടിയിട്ടുണ്ട് മുൻകാലത്ത്. രീതിയാണ്. പക്ഷേ അതായത് അത് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം തേടുക എന്ന മട്ടിലാണ്. ഇത്തവണ വളരെ നിരുപദ്രവകരമായ ഒരു പരാമർശമാണ് യഥാർത്ഥത്തിൽ നടത്തിയത്. പക്ഷേ ഞങ്ങളുടെ പിന്തുണ VD സതീശനാണ് എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ വലിയ തോതിലുള്ള സമ്മർദ്ദം ലീഗിന് മേലെ ഉണ്ടായിട്ടുണ്ടാകും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ലീഗ് കൂടി എൻഡോസ് ചെയ്യണമെന്ന് ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ പോലും പിന്തുണയോടുകൂടിയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് ഒരു ഭരണം കിട്ടുന്ന അവസ്ഥ വരികയാണെങ്കിൽ കുറെ കൂടി ഭരണം ഹാൻഡിൽ ചെയ്യാവുന്നത് VD സതീശനെ പോലെ പ്രത്യക്ഷത്തിൽ കുറച്ചുകൂടി ശക്തൻ, തീരുമാനമെടുക്കുന്നതിലും നിലപാടുകളിലും കുറെ കൂടി ശക്തനായ ഒരു മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തുന്നതാവും മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നുണ്ടാവുക. അക്കാര്യം പറയാൻ പറ്റിയ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തി അത് പറഞ്ഞു എന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് സർവേകളിൽ കാണുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സതീശനാണ് കൂടുതൽ പിന്തുണ, അത് ജനങ്ങളുടെ ഒരു വികാരമായിരിക്കണമല്ലോ, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിനെ മുന്നിൽ നിർത്തിയാണ് ഈ വർഗീയ പരാമർശം വരുന്നത്. അത് അദ്ദേഹം പറഞ്ഞു, വെള്ളാപ്പള്ളിയും ബാലനും പരസ്പരം റോളൊന്ന് മാറി. നേരത്തെ ബാലനാണ് പറഞ്ഞത് മാറാട് ആവർത്തിക്കും എന്ന്, ഇപ്പോഴത് വെള്ളാപ്പള്ളിയാണ് പറയുന്നത് മുസ്ലിം ലീഗ് വന്നാൽ മാറാട് ആവർത്തിക്കും എന്ന്. ബാലൻ വീണ്ടും അത് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് വന്നാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും എന്ന മട്ടിൽ. ഇത് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വോട്ടെടുപ്പിന് ശേഷവും ഇതെന്തിനു പറയുന്നു എന്ന കാര്യത്തിൽ മാത്രമാണ് എനിക്ക് കൗതുകമാണ്. എനിക്ക് സംശയം തോന്നുന്നത്, സുനിൽ, ഈ ബഷീർ പറഞ്ഞ പോലെ കോൺഗ്രസിനുള്ളിൽ നിന്നൊരു സമ്മർദ്ദം ഘടകകക്ഷികളുടെ പുറത്തുണ്ടോ? അതായത് ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടിയാണ് എന്ന് പറയുന്നു, AP അനിൽകുമാർ പോയി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെ കാണുന്നു. VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് നേരിട്ട് ആരെങ്കിലും പോയി കണ്ടോ എന്ന് നമുക്കറിയില്ല. രമേശ് ചെന്നിത്തലയുമായി ദീർഘകാലത്തെ അടുപ്പം മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനുണ്ട്. VK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അതിനു മുമ്പും KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും ഒക്കെയുള്ള വളരെ നല്ല ബന്ധം രമേശ് ചെന്നിത്തലയുമായി മുസ്ലിം ലീഗ് ലീഡർഷിപ്പിനുണ്ട്. അപ്പോൾ ഈ നേതാക്കളുടെയൊക്കെ ഒരു സമ്മർദ്ദം ലീഡർഷിപ്പിലേക്ക് ഇപ്പം തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടില്ല, വന്ന് UDF ജയിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞങ്ങളിൽ ഒരാൾ എന്നുള്ള മട്ടിലുള്ള ഒരു സമ്മർദ്ദം ലീഗ് ലീഡർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും.
തീർച്ചയായിട്ടും അത് പുതിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു. അവരുടെ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ നേതൃസ്ഥാനത്തിരുന്ന സമയത്തും അവർക്ക് താല്പര്യമുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകണം എന്നുള്ളൊരു അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും അവർക്കിടയിലുള്ള ചർച്ചകളും അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളുമൊക്കെ പലപ്പോഴും കോൺഗ്രസും പരിഗണിച്ചിട്ടുണ്ട്. അവർക്കിടയിലുള്ള ഇപ്പം പ്രധാനപ്പെട്ട നേതാക്കന്മാരായിരുന്ന ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി, പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം മാണി, ഇപ്പോൾ ഈ അത്തരം അവർക്കിടയിൽ ഒരു കൺസെൻസസ് ഉണ്ടായിരുന്നു. അതൊരു ഭരണ സൗകര്യം കൂടിയാണ്. ഒരു മുഖ്യമന്ത്രി ഭരണ സൗകര്യമോ അല്ലെങ്കിൽ മുന്നണി നടത്തിപ്പിൻ്റെ സൗകര്യം കൂടിയാണ്. ഒരു അവർക്കിടയിലുള്ള ഒരു സമവായം ഉണ്ടാവുക എന്നുള്ളത് മുന്നോട്ട് പോക്കിന് പറ്റുന്നൊരു സംഗതിയാണ്. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുക എന്നുള്ള വളരെ സ്വാഭാവികമായൊരു ചോയ്സായി പരിഗണിക്കാവുന്നതേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ളൊരു അഭിപ്രായം. പക്ഷേ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വെയിറ്റ് ചെയ്യുന്ന ഈ ഒരു ക്രൂഷ്യലായ മൊമെന്റിൽ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി വലിയ തർക്കങ്ങൾ നിലനിൽക്കെ തന്നെ പ്രത്യേകിച്ചൊരു വേണമെങ്കിൽ അക്കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് ഒരു കാരണവശാലും കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി UDF എമേർജ് ചെയ്യാതെ ആ മുന്നണി ഭരണത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല. സ്വാഭാവികമായും അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. അവർ പറയട്ടെ എന്നും വേണമെങ്കിൽ പറയാമായിരുന്നു. അതാണ് മുന്നണിയിൽ സാധാരണ സ്വീകരിക്കുന്ന രീതി. അതേസമയം സുനിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇന്നയാളാണ് കൂടുതൽ സ്വീകാര്യൻ എന്ന് എല്ലാ കാലത്തും ലീഗ് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും പ്രധാന ഘടകകക്ഷികൾ, രണ്ടാമത്തെ ഘടകകക്ഷി അത് പറയും. അങ്ങനെ പറയുന്നത് ഇന്റേണലിയാണ്, അതല്ലാതെ പ്രത്യക്ഷത്തിലല്ല പറയാറ്. ആ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ കോൺട്രവേഴ്സി ഇങ്ങനെ ആയിത്തീരാൻ. അല്ല, പക്ഷെ അത് ഈ സാദിഖ് അലി തങ്ങൾ അത് പറയുമ്പോൾ തന്നെ വീണ്ടും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അത് കോൺഗ്രസ് തീരുമാനിക്കും, കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുമെന്ന് അദ്ദേഹം കൂടെ പറയുന്നുണ്ട്. പക്ഷേ ജനഹിതം ഇതാണ് എന്നൊരു സൂചന കൂടിയുണ്ട്. നമ്മൾ പക്ഷേ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് ഈ സതീശൻ അനുകൂലമാണ് ജനവികാരം, അതുകൊണ്ട് സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ലീഗ് ആഗ്രഹിക്കുന്ന നിലയ്ക്കാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതും ചർച്ച ചെയ്യപ്പെട്ടതും. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. അതൊരു വേണമെങ്കിൽ അവരുടെ ഭാഷയിൽ ഒരു മാധ്യമ സൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം. അല്ല, അത് മാധ്യമങ്ങൾ പിന്നീട് അത് ആ വിധത്തിൽ വ്യാഖ്യാനിച്ചു എന്ന് പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. സാദിഖ് അലി തങ്ങളുടേതാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അത് അങ്ങനെ പറയാവുന്നതേ ഉള്ളൂ. അതൊരു സൂചനയാണ്, വളരെ കൃത്യമായിട്ടൊരു സൂചനയാണ്. ആ സൂചന പറയുമ്പോൾ ബഷീർ, ഈ VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേന്ദ്രീകരിച്ച് CPM നടത്തുന്ന വിമർശനങ്ങളുടെ എതിർഭാഗത്ത് UDFന്റെ പക്ഷത്ത് നിന്ന് ഏറ്റവും ശക്തനായി നിന്നൊരു നേതാവ് VD സതീശനാണ്. VD സതീശനാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിക്ക് പഴയ മതരാഷ്ട്രവാദമില്ല, അവർ ആ നിലപാടിൽ നിന്ന് മാറി എന്നൊക്കെ പറഞ്ഞത് VD സതീശനാണ്. ആ നിലയ്ക്ക് ഈ VD സതീശനെ കോർണർ ചെയ്യാൻ പാകത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണോ ലീഗിൻ്റെ ഈ പ്രസ്താവന? ലീഗിൻ്റെ നേതാക്കൾ ഞങ്ങളുടെ മനസ്സിൽ സ്വീകാര്യൻ VD സതീശനാണ് എന്ന് പറയുന്നത്? അതിനേക്കാൾ ഞാൻ വിചാരിക്കുന്നത് ഒരു സർക്കാർ രൂപീകരണം നടക്കുകയാണെങ്കിൽ അതിൽ നയപരമായ കാര്യങ്ങൾ വളരെ ക്രൂഷ്യലായ, ഒരുപക്ഷെ ലീഗിന് വലിയ തോതിൽ സ്റ്റേക്കുള്ള നയപരമായ കാര്യങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. വഖഫ് പ്രശ്നങ്ങളുണ്ടാകും, അതല്ലെങ്കിൽ സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും. ഇതെല്ലാം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒട്ടേറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെ, നയപരമായ പ്രശ്നങ്ങൾ തന്നെ ഉയർന്നു വരാൻ യഥാർത്ഥത്തിൽ സാധ്യതയുണ്ട് ഈ ഒരു തൊട്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാലത്ത്. അത്തരമൊരു ഘട്ടത്തിൽ മുന്നണി നടത്തിപ്പിനും ഭരണം നടത്തിപ്പിനും നല്ലത് സതീശനെ പോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യാത്ത ഒരാളാണ് എന്ന് ലീഗിന് അഭിപ്രായമുണ്ടാകാം. ലീഗിനകത്ത് അത്തരത്തിൽ സതീശൻ വഴി അത് നടത്തുന്നതാണ് കുറെ കൂടി നന്നാവുക. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ പലതരത്തിലുള്ള സമുദായ സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ടല്ലോ, അത്തരം സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് കുറെ കൂടി അടിപ്പെടുക വേണുഗോപാലോ ചെന്നിത്തലയോ ആയാൽ സംഭവിക്കും എന്ന ഒരു പേടി ലീഗിനുണ്ടാകാം. ലീഗിൻ്റെ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാകും സതീശനെ പിന്തുണക്കുന്നുണ്ടെങ്കിൽ സതീശനെ പിന്തുണക്കുന്നു എന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു ലീഗ്. എനിക്ക് തോന്നുന്നു അതിൽ വേറൊരു സംഗതി കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഇപ്പം മറ്റൊരാളാണെങ്കിൽ, ഇപ്പോൾ VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് നയിച്ചത്, UDFനെ മുന്നോട്ട് നയിച്ചത് എന്നുള്ളൊരു വസ്തുതയാണ്. അത് എല്ലാവർക്കും, UDFന് മാത്രമല്ല കേരളത്തിലെ ആളുകൾക്കെല്ലാം അറിയാവുന്ന. സതീശനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാൾ വരുന്നു. അപ്പോൾ KC വേണുഗോപാലിനെ ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ഈ കോൺഗ്രസിനുള്ളിൽ അതൊരു വലിയ പ്രശ്നങ്ങളുണ്ടാകും. കാരണം നയിച്ച ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അതിനുള്ളൊരു സാധ്യത ഇന്നും തുറന്നിട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതായത്
കെ.സി. വേണുഗോപാലിനെ നിലവിലുള്ള സംഘടനാകാര്യ സെക്രട്ടറി എന്നതിൽ നിന്ന് അടർത്തി കേരളത്തിന്റെ ബാക്ക് ഹോം കേരളത്തിലേക്ക് വിട്ട് അവിടെ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള കാരണം കുറെ കാലം 8 വർഷത്തോളമായി കെ.സി. വേണുഗോപാൽ ഈ പൊസിഷനിൽ ഇരിക്കുന്നു. മറ്റൊരുപാട് ക്ലെയിംസ് അതിനുണ്ട്. കുറെ ആളുകൾ ആ പൊസിഷന് നോട്ടമിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറെ കൂടി നോർത്ത് ഇന്ത്യൻ സെൻട്രിക്കായ ഒരു പാർട്ടിയാക്കി മാറ്റാനും യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമുണ്ടാകും. ഒരുപക്ഷെ കെ.സി. വേണുഗോപാലിനെ പാക്ക് ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ തന്നെ ആവശ്യം എന്ന നിലയിൽ പാക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു അവസരം എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തുകൂടായികയില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരം ഒരുപാട് തീരുമാനങ്ങൾ ഇതിനു മുമ്പ് എടുത്തിട്ടുമുണ്ട്. പക്ഷെ അത് കോൺഗ്രസിനുള്ളിൽ അതൊരു കലഹമായി മാറിയാൽ ഈ ഭരണസ്ഥിരതയെ ബാധിക്കുമെന്നുള്ള ഒരു പ്രശ്നം മുസ്ലിം ലീഗിനുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി അത് 2 നേതാക്കന്മാർ കേരളത്തിൽ അത് ആ ക്ലെയിമിൽ നിൽക്കുന്നുണ്ട്. വി ഡി സതീശൻ നിൽക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തല സീനിയർ നേതാവ് എന്ന നിലയിലും ഭരണപരിചയമുള്ള ഒരാളെന്ന നിലയിലും നിൽക്കുന്നുണ്ട്. ഇവരല്ലാതെ മറ്റൊരാൾ ഇവർ രണ്ടുപേരുമായിട്ടാണ് മുസ്ലിം ലീഗിന് കൂടുതൽ ദീർഘകാലമായി ബന്ധമുള്ളതും രമേശ് ചെന്നിത്തലയുമാണ് കൂടുതൽ ബന്ധങ്ങളുള്ളത്. അതിനുശേഷം ഈ കഴിഞ്ഞ 5 വർഷം കൂടുതൽ വി ഡി സതീശനുമായിട്ടായിരുന്നു കൂടുതൽ ഇവരുടെ ഇടപാടുകൾ, കൂടുതൽ പ്രവർത്തന ബന്ധങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം മറ്റൊരാൾ വരുമ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ കലഹമുണ്ടായാൽ അത് ഭരണസ്ഥിരതയെ UDFൻ്റെ ഭരണസ്ഥിരതയെ ബാധിച്ചാൽ അത് മുസ്ലിം ലീഗിനെ കൂടി നെഗറ്റീവായി ബാധിക്കുമെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയാകാം ആ ഒരു സാധ്യതയെ തടയുക എന്നുള്ളൊരു തന്ത്രം കൂടി ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊപ്പം ഈ ചർച്ചകൾ നടക്കുന്നതിന് പാരലായിട്ട് ചെറുതായിട്ടെങ്കിലും വേറൊരു ചർച്ച, ഇപ്പോൾ ബഷീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ UDF അധികാരത്തിൽ വന്നാൽ കാര്യങ്ങൾ തീരുമാനിക്കുക ലീഗായിരിക്കും, അല്ലെങ്കിൽ ഭരണം നിയന്ത്രിക്കുക ലീഗായിരിക്കും എന്നുള്ള മറ്റുള്ള ഒരു പ്രചരണം ഒരു ഭാഗത്ത് നടക്കുന്നു. ലീഗ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, ലീഗിൻ്റെ ഒരു പ്രതിനിധി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നുകൂടായികയില്ല എന്ന മറ്റുള്ള വേറൊരു തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. എനിക്ക് തോന്നുന്നത് UDFലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരൊരാൾ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് കേരളത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ നിലയ്ക്ക് പോലുള്ളൊരു സാധ്യത പോലും മട്ടിൽ മാത്രമേ ഒരു ചർച്ചയുടെ സബ്ജക്ട് എന്ന മട്ടിൽ മാത്രമേ നിലനിൽക്കൂ. പ്രായോഗിക മുന്നണി രാഷ്ട്രീയത്തിൽ അത് സാധ്യതയില്ല എന്ന് പറയുമ്പോഴും ഇപ്പൊ നേരത്തെ തന്നെ ഇത് ഈ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു ഇത് നടത്തുന്നത്. ലീഗല്ല അതിന്റെ ലക്ഷ്യം, മറിച്ച് മുസ്ലിം സമുദായം തന്നെയാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. അതിന് മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് UDF വന്നാൽ ഭരിക്കാൻ പോകുന്നത് ലീഗാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൽ മുസ്ലിങ്ങളാണ് ഇനി ഭരണം കൈയാളാൻ പോകുന്നത് എന്നൊരു സൂചനയാണ്, ദുസ്സൂചനയാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന്. വെള്ളാപ്പള്ളി നടേശൻ്റെ ആണെങ്കിലും AK ബാലൻ്റെ ഒക്കെ ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകളിൽ വരുന്നത് അത് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട്. മറിച്ചൊരു വാദം സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുണ്ട്. അതായത് കേരളത്തിൽ മറ്റ് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് വലിയ ഭൂരിപക്ഷം, കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കെ തന്നെ ഒന്നിലധികം തവണ മൈനർ ഘടകകക്ഷികളിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. 1960 പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് 20 സീറ്റോ മറ്റോ, കോൺഗ്രസിന് കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്ത സീറ്റ് 62 സീറ്റോ മറ്റോ ഉണ്ട് 1960. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് PSP മുഖ്യമന്ത്രിയാകുന്നത്. 1979 CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയാകുമ്പോഴും മുസ്ലിം ലീഗ് 4ാമത്തെയോ മറ്റോ പാർട്ടിയാണ്, 13 സീറ്റോ മറ്റോ മാത്രമാണ് അന്ന്. CPIക്ക് 20-ലധികം സീറ്റ്, 20 സീറ്റോ മറ്റോ അന്നുണ്ട്. കോൺഗ്രസിന് അതിനേക്കാൾ കൂടുതൽ സീറ്റുണ്ട്. പക്ഷേ CH മുഹമ്മദ് കോയ അത് പക്ഷേ ഒരു പ്രതിസന്ധി നേരിടാനുള്ള ഒരു താൽക്കാലിക അറേഞ്ച്മെന്റ് എന്ന മട്ടിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ 70 CH ചിദംബരം മുഖ്യമന്ത്രിയാകുമ്പോഴും അത് തന്നെയായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു കൂടുതൽ സീറ്റുകളുള്ള 111 സീറ്റാ മുന്നണിക്കുണ്ട്, കോൺഗ്രസിന് വലിയ സീറ്റുണ്ട്. അതെ, അപ്പോഴും CH ചിദംബരനാണ് അവർ മുഖ്യമന്ത്രിയാക്കിയത്. അപ്പോൾ അതൊരു ചെറിയ പാർട്ടി മുഖ്യമന്ത്രിയാകുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അത് മുന്നണിക്കിടയിലുള്ള ഒരു സമവായമാണ്. അതായത് മൈനർ കക്ഷികൾ മുഖ്യമന്ത്രിയായിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതിൽ ഒരു തവണ മുസ്ലിം ലീഗിന്റെ നേതാവ് കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും കേരളത്തിൽ. അതെ, മാത്രമല്ല ആ കാലമല്ല ഇത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ CH ചിദംബരനെ സംബന്ധിച്ച് CH ചിദംബരൻ മുഖ്യമന്ത്രിയാകണമെന്നുള്ളത് അന്ന് മുന്നണിയുടെ താല്പര്യം മാത്രമായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു CH ചിദംബരൻ. CPI പിളർപ്പിന് ശേഷം CPI ആണ് ഇവരോടൊപ്പം നിൽക്കുന്നത്, കോൺഗ്രസിനോടൊപ്പം അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ നിൽക്കുന്നത് CPI ആണ്. സ്വാഭാവികമായും CH ചിദംബരൻ പോലെ EMS ഒക്കെ മറുഭാഗത്ത് നിൽക്കുകയാണ്. EMSനെ പോലുള്ള വലിയ നേതാക്കന്മാർ മറുഭാഗത്ത് നിൽക്കുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടുക എന്നുള്ളത്
അന്നത്തെ കാലത്ത് ഐക്യമുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ അല്ല, ഇത് സ്ട്രാറ്റജി ഇത് political തന്നെയാണ് strategy. 1962-ലും 60-ലും ഇത് തന്നെയാണ്. കാരണം അത് തന്നെയാ. വിമോചന സമരത്തിന് ശേഷം അതെ അതെ ആ തരത്തിലുള്ള ഒരു നേതാവിനെ വെച്ചാണ് അതിന്റെ പട്ടംതാണുള്ള അന്നൊരു വലിയ ഒരു ഫിഗർ ആയിരുന്നു. ഫോർമേഷൻ അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ്. അതെ 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 സി എച്ചിന്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു CH മുഖ്യമന്ത്രി പദം എന്ന് പറഞ്ഞുകൂടാ, അത് ഒരു ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഒരു അതിനു മുമ്പ് അദ്ദേഹം അറേഞ്ച്മെന്റ്. ഉപമുഖ്യമന്ത്രിയായിരുന്നു. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. അന്നും ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. 57 ദിവസമാണ് CH ഭരിച്ചുള്ളൂ. പക്ഷെ അന്നത്തെ കാലത്ത് നിന്ന് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ പുതിയ വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ കൂടുതൽ ശക്തമായൊരു കാലത്ത് ഇതിനെ ഒരു പ്രൊപ്പഗാൻഡ മെക്കാനിസമായി ഉപയോഗിച്ചുകൊണ്ട് ഏത് വിധത്തിലൊരു കൺസോൾട്ടേഷൻ വേറെ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പോലും ഭാവിയിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു തന്ത്രം കൂടി ഇതിനകത്തുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു പ്രപ്പോസിഷൻ വെച്ചിട്ട്, അതായത് എന്തായാലും UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല. എങ്കിൽ പോലും ലീഗായിരിക്കും ചിലപ്പോൾ, ലീഗിൻ്റെ ഒരു നേതാവായിരിക്കും ചിലപ്പോൾ മുഖ്യമന്ത്രി ആവുക എന്നുള്ളൊരു പ്രപ്പോസിഷൻ മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ചർച്ച ഡെവലപ്പ് ചെയ്യുക, അതുവഴി ഒരു confusion ഉണ്ടാക്കുക. ചർച്ചയുടെ പർപ്പസിന് വേണ്ടി മാത്രമുള്ള ചർച്ചയാണ്. അതെ, പക്ഷേ അതല്ലാതെ ഇപ്പോ ലീഗ് 27 സീറ്റിൽ മത്സരിക്കുന്നു, 27 ജയിച്ചു എന്ന് തന്നെ വിചാരിക്കാം. എന്നാലും UDFന് ലീഗ് ഏറ്റവും വലിയ ഒറ്റകക്ഷി ആവില്ല. കാരണം കോൺഗ്രസ് അതിനേക്കാൾ കൂടുതൽ സീറ്റ് പിടിച്ചാൽ മാത്രമേ കേരളത്തിൽ UDF UDF അധികാരത്തിൽ വരുന്ന വരുള്ളൂ. പ്രശ്നമുള്ളൂ. മാത്രമല്ല അതുകൊണ്ട് അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ scope ഇല്ല. അച്യുതമേനോനെയോ പട്ടംതാണ പിള്ളയോ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. അതിന് മറ്റേ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആവശ്യം കേരളത്തിൽ കോൺഗ്രസിനില്ല. കോൺഗ്രസിൽ നിന്ന് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാവുന്ന അനേകം നേതാക്കന്മാരുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. എൻ്റെ ഒരു ആവശ്യമില്ല. ഞാൻ അതിലേക്ക് തന്നെ വന്നത്, ഇപ്പം നേരത്തെ താരിഖ് അൻവറിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചല്ലോ. KC വേണുഗോപാലിൻ്റെ ഇനീഷ്യലി KC വേണുഗോപാലിന് വേണ്ടി കേരളത്തിലെ KC വേണുഗോപാൽ അനുകൂലികളായ നേതാക്കൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുകയും അതുവഴി ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരികയുമാണ് ആദ്യഘട്ടത്തിൽ സംഭവിച്ചത്. ഇപ്പം അങ്ങനെയല്ല. താരിഖ് അൻവറിനെ പോലെ AICC ജനറൽ സെക്രട്ടറി ആയിരുന്ന കോൺഗ്രസ് ഹൈക്കമാൻഡുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് KC വേണുഗോപാലിന് അതിന് അർഹതയുണ്ട്, KC വേണുഗോപാലിന് അതിന് യോഗ്യനായ നേതാവാണ്, അദ്ദേഹത്തിന് അതിനുള്ള അനുഭവ പരിചയമുണ്ട്, അതിന് പാകത്തിനുള്ള മന്ത്രിസ്ഥാന പരിചയങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡിലും ഇതേപോലെ ഒരു ചിന്ത അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. ഈവൻ അത് ട്രിഗർ ചെയ്ത് എടുക്കുകയാണോ എന്ന് പോലും സംശയിക്കും. എനിക്കതൊരു വേറൊരു തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. താരിഖ് അൻവർ അത് പറയുമ്പോൾ എനിക്ക് വേറൊരു സംശയമാണ് എനിക്ക് രൂപപ്പെട്ടത്. അതായത് ഈ KC വേണുഗോപാലിനെ ഇങ്ങോട്ട് മാറ്റിയാൽ ഒരു പക്ഷേ ആ പോസ്റ്റിലേക്ക് സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി അത് താരിഖ് അൻവർ മാത്രമല്ല, ഇപ്പൊ സച്ചിൻ പൈലറ്റിന്റെ പേര് ഇതിലേക്ക് വന്നിട്ടുണ്ട്. പല രീതിയിൽ അത് പല നിലയിൽ KC വേണുഗോപാലിനെ അവിടെ നിന്ന് മാറ്റുക. താരിഖ് അൻവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നേതാവുമാണ്. പല സ്റ്റേറ്റുകളുമായിട്ടും വളരെ അടുത്ത ബന്ധങ്ങളുള്ള വളരെ സ്വീകാര്യനായ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. സ്വയം ആ സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണോ എന്നുള്ളൊരു സംശയം കൂടെ രൂപപ്പെട്ടിരുന്നു. റൈറ്റ്. എന്തായാലും ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഇങ്ങനൊരു ചർച്ച രൂപപ്പെട്ടു വരികയും അതിൽ ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുമായി പുറമേ നിന്നുള്ള ആളുകൾ വരികയും അതിനൊരു കമ്മ്യൂണൽ ടോൺ കൊടുക്കാൻ ഡെലിബറേറ്റ് ആയിട്ടുള്ളൊരു ശ്രമം നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഈ ചർച്ചകൾ മാറുന്നുണ്ടോ സത്യത്തിൽ? അതുകൂടെ ലക്ഷ്യമാണ്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ത് പറയും എന്നത് പ്രഡിക്റ്റഡ് ആണല്ലോ. അദ്ദേഹത്തിൽ നിന്ന് സമുദായ സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി ഒരു ഡെലിബറേറ്റ് ആയ ഒരു അറ്റംപ്റ്റ് നടത്തും അദ്ദേഹം എന്നിപ്പം നമ്മൾ വിചാരിക്കില്ല. നേരത്തെ അദ്ദേഹം മറ്റൊരു രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സമീപകാലത്ത് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഒരു ഘട്ടത്തിലും വെള്ളാപ്പള്ളി നടേശൻ മറിച്ചൊരു അഭിപ്രായം ഓൾറെഡി ബിജെപിയിലേക്ക് ലീൻ ചെയ്ത് കഴിഞ്ഞു. ഏതാണ്ട് BJPയെ പിന്തുണക്കുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ പിണറായിക്കെതിരെ ഉയർന്ന ആരോപണം പോലും വെള്ളാപ്പള്ളി നടേശനെ ഒരു ബ്രിഡ്ജാക്കി വെക്കാൻ ശ്രമിക്കുന്നു എന്ന മട്ടിലുള്ളതാണ്. AK ബാലൻ ആണ് എന്നെ കുറെ കൂടി അസ്വസ്ഥമാക്കുന്നത്. ഇത് വളരെ ഡെലിബറേറ്റായി ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ CPIM ഇതുപോലെ പറയുമോ ഭാവിയിൽ? മുസ്ലിം ലീഗിന്റെ പ്രാതിനിധ്യത്തോടു കൂടി ഒരു സർക്കാർ വരികയാണെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമി റൺ ചെയ്യുന്ന സർക്കാരാണ് എന്ന് യാതൊരു വകതിരിവുമില്ലാതെ പറയാൻ പോവുകയാണോ CPIM എന്ന ആശങ്കയാണ് എനിക്കുള്ളത്. റൈറ്റ്. അവിടെ നമ്മൾ ഇന്നലെ സംസാരിച്ച ആക്സിസ് മൈ ഇന്ത്യ സർവേയിലെ വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ടല്ലോ. അതായത് ഈ CPIM ശ്രമിച്ച അവരുടെ ഹിന്ദു വോട്ട് ബാങ്ക് നിലനിർത്താൻ നടത്തിയ ശ്രമങ്ങൾ BJPയെ പരോക്ഷമായി സഹായിക്കുന്ന വിധത്തിലാണ് ആ ഡാറ്റ നമ്മളുടെ മുമ്പിൽ. അവരുടെ പ്രവചനമാണ്, അത് യഥാർത്ഥ ഡാറ്റയാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ആ ഡാറ്റ പ്രകാരമാണോ കാര്യങ്ങൾ നടക്കുന്നതെന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ മുമ്പിലുള്ള ഡാറ്റ അനുസരിച്ചാണെങ്കിൽ
അവർ പ്രവചിക്കുന്ന ഡാറ്റ അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് BJP നിൽക്കുന്നു എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഉയർത്തിവിടുന്ന ഈ ചർച്ചകൾ പോലും ഭാവിയിൽ അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് BJP തന്നെ വരും എന്നുള്ളൊരു സാധ്യത അവിടെ ഉണ്ടോ? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ ഡാറ്റ അതിൻ്റെ ഒരു തെളിവാണല്ലോ യഥാർത്ഥത്തിൽ. ഈ ഡാറ്റ മാത്രമല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ റിസൾട്ടുകൾ പരിശോധിച്ചാലും അങ്ങനെ തന്നെയുണ്ട്. ഇവർ ഈ പറയുന്ന ഈ പ്രൊപ്പഗാൻഡ അവർക്കിപ്പം വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തെ സഹായിക്കുമെന്നുള്ളൊരു വ്യാജേനയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം പറയുന്നത്. അതായത് ഞാൻ ലീഗിനെയാണ് ആക്രമിക്കുന്നത്, LDFന് അപ്പുറത്ത് നിൽക്കുന്ന എതിർശക്തിയായ ലീഗിനെയാണ് ഞാൻ ആക്രമിക്കുന്നത്. അപ്പോൾ CPM അങ്ങനെയാണ്, പിണറായി വിജയൻ ഉൾപ്പെടെ അങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ലീഗല്ല അവിടെ പ്രശ്നം. അവിടെ ഒരു സമുദായത്തെ, മുസ്ലിങ്ങൾ കേരളത്തിൽ എന്തോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അവർ കേരളം കൈയടക്കാൻ ശ്രമിക്കുന്നു എന്ന കുറേ കാലമായി സംഘപരിവാർ നടത്തുന്ന ഒരു പ്രൊപ്പഗാൻഡ ഏറ്റെടുക്കുകയാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത്. ആ കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ സ്ട്രാറ്റജിക്കലി ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ക്യാമ്പയിനിൽ അതിൻ്റെ വിഷയങ്ങളും അജണ്ടയും തീരുമാനിക്കുന്നതിൽ ഈ പ്രധാന ഘടകകക്ഷികൾക്ക് പുറത്തുനിന്ന് ജമാഅത്തെ ഇസ്ലാമി ഒരു പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. UDFന്റെ ക്യാമ്പയിൻ മെറ്റീരിയൽ തീരുമാനിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടി ഒരു പങ്കുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഇത്രയും വെഹമൻ്റായി ഈ അറ്റാക്ക് CPIMന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് ഈ ഘട്ടത്തിൽ അത് പ്രൊപ്പോർഷനേറ്റായി അത് വേറെ കുറെ കൂടെ വ്യാപ്തിയുള്ള ഒരു വിഷയമാണ്. അത് കുറെ കൂടെ വ്യാപ്തിയുള്ള വിഷയമാണ്. ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നുന്നു. എന്തായാലും വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഉയർന്നു വന്ന തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളോ ഏതു വിധത്തിൽ വേണമെങ്കിൽ അതിനെ പറയാം. ഒരുപക്ഷെ അത് തങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്ന ആഗ്രഹത്തിൽ കോൺഗ്രസിലെ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾ പരസ്യമായി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ എന്ന മട്ടിൽ മാത്രം എടുക്കാം. പക്ഷേ അതിൻ്റെ തുടർച്ചയിൽ അതിന് മറ്റു മാനങ്ങൾ ഉണ്ടാകുന്നു. ആ മാനങ്ങൾ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ അനഭിലഷണീയമായ ചില ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന ആപത്തും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.